സമയം പോകുന്നത് നമുക്ക് അറിയില്ല. ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കുന്ന കാട്ടിയും വീട്ടിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. അതേപോലത്തെ ഒരു ലേണിംഗ് ആണ് കിട്ടിയത് ഇവിടെ വന്നപ്പോൾ. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളെപ്പോഴും മൊബൈൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനത്തെ നമ്മുടെ സമയമാണ് പോകുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതെല്ലാം വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കുന്നു. മറ്റേ ക്രിയേറ്റിവിറ്റി കൊണ്ട് ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഈ വായനശാലയ്ക്ക് ഞാൻ എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ പല പരിപാടികൾക്കും പങ്കെടുക്കാറുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണ് ന്യൂസ് പേപ്പറൊക്കെ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ എനിക്ക് ക്ലാസ്സിലൂടെ മനസ്സിലായി. കാരണം സ്കൂളിൽ ഒരുപാട് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മത്സരങ്ങൾക്കൊക്കെ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് തരാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ് എന്താണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഈ ഒരു സെഷനിൽ വന്നതോടെ മനസ്സിലായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സെഷൻ എടുത്തു തന്ന ജനുവാസിന് ആദ്യം തന്നെ എൻ്റെ ഒരു ഹേർട്ട്ഫുൾ താങ്ക്സ് അറിയിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും സമയം പോകുന്നൊന്നും ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല തന്നെയാണ്. ഫോണിൽ കളിക്കുന്നതിനെ കാട്ടി നല്ല തന്നെയല്ലാണ്. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ സമയം പോകുന്നതെന്ന് തിരിയാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പ്രയാസാക്കിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. പറ രണ്ട് ഏത് പൂവാ ഏറ്റവും ഇഷ്ടമായ? ഏത് ഇതാ ഇതോ ഇഷ്ടനാ? ഇതിൻ്റെ പേരെന്താ? ഈ പൂവിൻ്റെ പേരെന്താ? സൺഫ്ലവർ. ഇതോ റോസാപ്പൂ. പറ. രണ്ട് ഇഷ്ടമായിനാ? രണ്ട് ഇഷ്ടമായി. ഈ ഫ്ലവറിൻ്റെ പേരെന്താ? ഇതിൻ്റെയോ? റോസ് ഫ്ലവർ. ഒരുപാട് സാധനങ്ങൾ ആക്കാനെല്ലാം പഠിച്ച് വേറെയൊന്നുമില്ല. ക്ലാസ് ആയിരുന്നു, ഒക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. നല്ല ക്ലാസ് ആയിരുന്നു. വളരെയധികം നന്ദി അറിയിച്ചു. കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞ് വിശന്ന കരഞ്ഞിടും. അത് കയ്യോരും പറഞ്ഞ കറുപ്പിന്റെ ഇരുന്ന് ശീലിക്കണം. എന്തായാലും നമ്മുടെ നിലത്ത് ഇരുന്ന് ശീലിക്കണം.